വൈകുന്നേരത്തെ ചായക്ക് എളുപ്പം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു റെസിപ്പി പറഞ്ഞു തരട്ടെ. ക്യാരറ്റും അതുപോലെ തന്നെ തേങ്ങയും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നല്ല ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് അടിച്ചേക്കണേ. മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം തന്നെ പറയുന്നത്. നിങ്ങൾ കമൻറ്റും അതുപോലെ തന്നെ ലൈക്കും അടിച്ചാൽ മാത്രമാണ് യൂട്യൂബ് മറ്റുള്ളവർക്കും കൂടി വീഡിയോ കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ഹാർട്ടും ഒരു ലൈക്കും ഇട്ടേക്കണേ. അപ്പോൾ ഇതാ ഞാനിവിടെ തേങ്ങയും അതുപോലെ തന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. 2-3 ചെറിയ ക്യാരറ്റാണ് എടുത്തത്. വലുതാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു 2 എടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു തേങ്ങൻ്റെ ഒരു അരമുറി തേങ്ങൻ്റെ ഒരു പകുതി ഭാഗം അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്യാരറ്റ് നമുക്കിതൊന്ന് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണേ. പിന്നെ ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണേണ്ടവർ പോയി കണ്ട് നോക്കിയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ ഒരു ക്യാരറ്റ് വെച്ചിട്ട് തന്നെ ഒരുപാട് റെസിപ്പി ഞാൻ ഈ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 ചാനലും കൊണ്ട് നടക്കുന്നുണ്ട്. ആ 2 ചാനലിലും വേറെ റെസിപ്പിയാണ് ഇട്ടത് കേട്ടോ, ക്യാരറ്റ് കൊണ്ട് തന്നെ ഉള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും, ഒന്ന് കണ്ട് നോക്കിട്ടോ കയറിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു തേങ്ങ നിങ്ങൾക്ക് ചിരവിയുമാണ് എടുക്കട്ടോ. ഞാനിപ്പോൾ ഒരു മടി കാരണം അങ്ങനെ ചെയ്തതാണ്. ഇപ്പോൾ പൂണ്ടിയിട്ട് ഇതിൻ്റെ ബേക്ക് ഭാഗമില്ലേ അതൊക്കെ കളഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. തേങ്ങ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അരമുറിൻ്റെ കേട്ടോ, അരമുറിൻ്റെ ഒരു പകുതി ഭാഗമാണ് എടുത്തത്. അപ്പോൾ ആ ക്യാരറ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയത്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുന്നത്. വേറെ പാനൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ക്യാരറ്റ് നല്ലോണം തന്നെ വാട്ടി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കണേ. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും കൊടുക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ട് നല്ലോണം തന്നെ വെന്ത് വരണം കേട്ടോ. എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് നമുക്ക് ഉണ്ടാവും ഇതിന് കിട്ടുക. അപ്പോൾ അതൊന്ന് ആയതിനു ശേഷം ഞാൻ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. നമ്മളിത് അടുപ്പിലേക്ക് വെക്കുന്ന സമയത്ത് ക്യാരറ്റിൻ്റെ അകത്തുനിന്ന് അതൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഞാൻ ഈ ഒരു മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് ഒന്നും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം പേസ്റ്റ് ആകുകയെന്ന് വെച്ചാൽ അങ്ങനെയും നല്ലതാണ്. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിക്കില്ല കേട്ടോ, കുറച്ച് അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കാനുള്ള ഒരു പാകത്തിനുണ്ട് എന്തായാലും. അപ്പോൾ നല്ലോണം ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് അടിച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇത് ഒരു ബൗളിലേക്ക് നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 6 മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ആ ഒരു ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ് പഞ്ചസാര ആണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, 1.5 ഗ്ലാസ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ എല്ലാവരും കയ്യിലുണ്ടാവുമല്ലോ ഈ ഒരു ഗ്ലാസ്. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം തന്നെ ബീറ്റാക്കി കൊടുക്കുക. നല്ലോണം പൊങ്ങി വരുന്നത് വരെ ബീറ്റാക്കണം കേട്ടോ. എന്നാൽ നമ്മൾ ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒരു സാധനം ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കറക്റ്റ് നല്ലോണം പൊങ്ങി വന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. നല്ലോണം തന്നെ ഞാൻ ബീറ്റാക്കി കൊടുക്കുന്നുണ്ട്.
മുട്ടൻ്റെ കൂട്ട് നല്ലോണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ബീറ്റാക്കിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പഞ്ചസാര അളന്ന ആ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അളവിൽ ഞാൻ മൈദ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു ക്യാരറ്റില്ലേ ഇതേപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു പാത്രത്തിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം മൈദ ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതിയേ. കുറേശ്ശെ മൈദ ഇട്ട് കൊടുക്കുക, കുറേശ്ശെ ക്യാരറ്റിൻ്റെ കൂട്ടിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ പതുക്കെ ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് താണു പോകും കേട്ടോ. ക്യാരറ്റിൻ്റെ മിക്സ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇളക്കുന്നതിനനുസരിച്ച് അതിൽ മിക്സ് ആയിക്കോളൂ കേട്ടോ. ഞാൻ 1 ഗ്ലാസ് മൈദ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര അളന്ന ആ ഒരു ഗ്ലാസ് തന്നെയാണ്. അപ്പോൾ ഇതാ രണ്ടാമത്തെ മൈദ ഞാൻ രണ്ടാമത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ ഗ്ലാസ്സിലെ മൈദ കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുക്കുക. നേരത്തെ മിക്സ് ആക്കി അതുപോലെ തന്നെ മിക്സ് ആക്കുക. പെട്ടെന്ന് ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതേപോലെ സ്ലോ ആക്കിയിട്ട് ഇളക്കി കൊടുത്താൽ മതി. കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. ആ ഒരു തേങ്ങയും അതുപോലെ തന്നെ ക്യാരറ്റും എല്ലാ ഭാഗത്തും ഇങ്ങനെ മിക്സായിട്ട് വന്നോളൂ കേട്ടോ. നമ്മളിങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച്. തേങ്ങ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര മതിയാവും. തേങ്ങയും മൈദയും അതുപോലെ തന്നെ ക്യാരറ്റും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു പാന് നമ്മൾ ക്യാരറ്റ് ചെയ്ത് വെച്ച ആ ഒരു പാനില്ലേ ആ ഒരു പാൻ തന്നെയാണ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അടിഭാഗത്ത് ഞാനൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാകാൻ വെച്ചിന് കേട്ടോ. ഇനി ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും. അപ്പോൾ ഇതാ അതിൻ്റെ ഒരു സൈഡ് ഭാഗത്തുള്ള ഹോളില്ല അതൊന്ന് അടയ്ക്കണേ. അപ്പോൾ ഇത് അടിഭാഗത്ത് തട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളി കേക്ക് ഇവിടെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം. കേക്ക് നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് കേട്ടോ. ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇത് നമ്മൾ തലേന്ന് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഇത്. ഇത് കണ്ടില്ലേ, നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോ കാണാം.